അത് വേറൊരു ആക്ടറിനും ഇല്ലാത്ത ഒരു വേറൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയാ, ആ ഒരു ഫയർ അത് ഇതിൽ നമുക്ക് കാണാൻ പറ്റുമോ? പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷെ വിശ്വസിക്കണം. വിശ്വസിക്കോടാ? ഞാൻ വിശ്വസിക്കില്ല. From my opinion, yes. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? മാധവ് ഈ ഒരു മൂവി ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ കാണുമല്ലോ? അങ്ങനെ ചോദിക്കേ ശിവാനന്ദ ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം. ഈ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള JSK മാധവിനെ അട്രാക്ട് ചെയ്യിച്ച മെയിൻ ഫാക്ടർ എന്തായിരിക്കും? Number one, the story. ഫ്രഷ് സബ്ജക്റ്റ് ആയിരിക്കും, വേറെ ലെവൽ. 1, 2, 3 യൂട്യൂബിലിട്ട് എന്തായാലും 3 വ്യൂ ഉറപ്പാണ്. സിനിമാ പ്രേക്ഷകരാണ് എൻ്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത്. സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയാൽ മേ ബി വൺ ഡേ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഒരു പൊടിക്ക് അടങ്ങടേ. പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ, അവന്റെ ഒരാവശ്യമില്ല ഈ സിനിമയില്. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. സുരേഷ് ഗോപിയുടെ മോനൊക്കെ അവന്റെ പാവക്കുട്ടിയെ പോലെയൊക്കെ ഇരിക്കുന്നത്. സത്യം ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി. മാധവ് സുരേഷിന്റെ ഡയലോഗ് ഡെലിവറിയാണ്, സത്യം ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി വെച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നേ. ഇതുപോലത്തെ ഒരു കോമഡി പീസ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനം.